അനൂപ് കണ്ണൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ നവാഗതനായ ടോം ഇമ്മട്ടി സംവിധാനം ചെയ്യുന്ന ചിത്രമായ ഒരു മെക്സിക്കൻ അപാരതയുടെ ആദ്യ ഷോ കഴിഞ്ഞു. ക്യാമ്പസിന്റെ പശ്ചാത്തലത്തിലുള്ള ഈ ചിത്രം ഈ മാസത്തെ ഏറ്റവും വലിയ റിലീസുകളിൽ ഒന്നായിരുന്നു. സംവിധായകനായ അനൂപ് കണ്ണൻ നിർമ്മാതാവിന്റെ റോളിലെത്തുന്ന ആദ്യ ചിത്രമാണ് ഇത്. മഹാരാജാസ് കോളേജിന്റെ പശ്ചാത്തലത്തിലാണ് കഥ മുന്നോട്ടു പോകുന്നത്. പോൾ എന്ന കേന്ദ്ര കഥാപാത്രത്തെ ടൊവിനോ തോമസ് അവതരിപ്പിച്ചിരിക്കുന്നു. ടൊവിനോ പൂർണ്ണമായും ഈ കഥാപാത്രത്തോട് നീതി പുലർത്തി എന്ന് വേണം പറയാൻ. പ്രണയവും കോമഡിയും നിറഞ്ഞ ആദ്യ പകുതിക്ക് ശേഷം രണ്ടാം പകുതിയിൽ ഒരു നേതാവിലേക്കുള്ള ഉയർച്ചയാണ് കാണിക്കുന്നത്. സുഭാഷ് എന്ന കേന്ദ്ര കഥാപാത്രത്തെ നീരജ് മാധവ് അവതരിപ്പിക്കുന്നു. നായകതുല്യ കഥാപാത്രമുള്ള ശക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളുള്ള കഥാപാത്രത്തോട് നീരജ് 100% നീതി പുലർത്തിയിട്ടുണ്ട്. നീരജിന്റെ കരിയറിലെ ഏറ്റവും മികച്ച കഥാപാത്രമായി ഇതിനെ വിശേഷിപ്പിക്കാം. രൂപേഷ് പീതാംബരന്റെ ശക്തമായ തിരിച്ചുവരവായി ഈ ചിത്രം. ഒരു ബുദ്ധിമുട്ടുമില്ലാതെ തന്നെ വില്ലനായ കോളേജ് ചെയർമാൻ വേഷം രൂപേഷ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഗായത്രി സുരേഷ് അനു എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. വളരെ പരിമിതമായ സ്ക്രീൻ സ്പേസ് മാത്രമേ ഉള്ളൂ ഈ ചിത്രത്തിൽ ഗായത്രിക്ക്. ഗായത്രി ഈ ചിത്രത്തിൽ തരക്കേടില്ലാതെ തന്നെ അഭിനയം കാഴ്ചവെച്ചിട്ടുണ്ട്. ഇവരെ കൂടാതെ സുധീർ കരമന, സുധി കോപ്പ, ഹരീഷ് പേരോടി, ജാഫർ ഇടുക്കി തുടങ്ങിയവരും മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്. ഈ ചിത്രത്തിലെ ജോമി എന്ന കഥാപാത്രത്തെ പ്രത്യേകം പറയേണ്ടതുണ്ട്. കാരണം ഓരോ തവണ സ്ക്രീനിൽ വരുമ്പോഴും നർമ്മചരട് അദ്ദേഹം വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പ്രകാശ് വേലായുധം വളരെ മനോഹരമായി ഛായാഗ്രഹണം കൈകാര്യം ചെയ്തിരിക്കുന്നു. മണികണ്ഠൻ അയ്യപ്പ ആണ് ഇതിന്റെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത്. ഈ ചിത്രത്തിന്റെ ഗാനങ്ങൾ നേരത്തെ തന്നെ തരംഗമായി കഴിഞ്ഞിരുന്നു. ഷമീർ അഹമ്മദ് തരക്കേടില്ലാതെ എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നു. ഈ സിനിമയുടെ കപ്പിത്താൻ ടോം ഇമ്മട്ടി വളരെ മനോഹരമായ രീതിയിൽ ഇതിന്റെ സ്ക്രിപ്റ്റും സംവിധാനവും നിർവഹിച്ചിട്ടുണ്ട്. സീൻ കോൺട്ര ഈ ചിത്രത്തിന് നൽകുന്നു 5-ൽ 3.5. നിങ്ങളും ഈ ചിത്രം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായവും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും. കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. എല്ലാവർക്കും നന്ദി.